DIS. DIS എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഡൊമസ്റ്റിക് ആണ്. കാരണം ഇന്ത്യക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടീമിനെയാണ് നമ്മൾ DIS എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്ന എന്താ, ഇത് സ്വാഭാവികമായിട്ടും ആരാവാനാണ് സാധ്യത? ഇത് നമ്മുടെ ബാങ്കുകളായിരിക്കാം, അല്ലെങ്കിൽ LIC പോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളായിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിരിക്കാം, അസറ്റ് മാനേജ്മെന്റ് കമ്പനികളായിരിക്കാം. ഈ ടൈപ്പിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും ആകാം. ഇവർ ചെയ്യുന്ന എന്താണ്, ജനങ്ങളിൽ നിന്നും LIC ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോളിസി ആണെന്നുണ്ടെങ്കിൽ അത് പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യുന്ന മണി, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ അവർ കളക്ട് ചെയ്യുന്ന മണി, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് ആവാം, പെൻഷൻ ഫണ്ടിലൂടെ അതിലൂടെ കളക്ട് ചെയ്യുന്ന മണി, ഈ പണം അവർ എന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും നല്ല സ്റ്റോക്കുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവരെ നമ്മൾ HNAസിനെയും റിറ്റെയിലേഴ്സിനെയും വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഫണ്ട് മാനേജ് ചെയ്യാൻ ഒരു ടീം തന്നെ ഉണ്ടായിരിക്കും. അവര് ഫണ്ടമെന്റലിയും ടെക്നിക്കലിയും ഉള്ള വിശകലനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കത്തുള്ളൂ.